ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ജീവനൊടുക്കിയ കൊല്ലത്തെ അതുല്യയുടെ ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് കമ്പനി പിരിച്ചുവിട്ടു. സഹോദരി അഖില അല്പസമയത്തിനകം സതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകും. കൊലപാതകമെന്നാണ് പരാതി. യുഎഇയിൽ നിന്ന് എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. എസ് രഞ്ജിത്ത്, അതുല്യയുടെ കേസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ഇവിടെയും നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് കുടുംബം. ഇതിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റിൽ അവർ പരാതി നൽകും. അല്പസമയത്തിനകം തന്നെ കുടുംബാംഗങ്ങൾ അവരുടെ ഇവിടെയുള്ള ഈ അതുല്യയുടെ സഹോദരിയും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും അല്പസമയത്തിനകം ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ എത്തിച്ചേരും. ഇവിടെ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. അതിനുശേഷമായിരിക്കും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് അവർ പോകുക. അവിടെ സതീഷിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പരാതി നൽകും. ഇതൊരു കൊലപാതകമാണ് എന്ന തരത്തിലാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ അടക്കം അവർ ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറുകയും ചെയ്യും. ഒപ്പം തന്നെ അതിന് പിന്നാലെയാകും ഷാർജ പോലീസിന് പരാതി നൽകുക. ഇതിനകം തന്നെ ഷാർജ പോലീസിൽ പരാതി നൽകുന്നത് സംബന്ധിച്ച തീരുമാനം ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷനുമായുള്ള ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും അവർ അല്പസമയത്തിനകം തന്നെ ഷാർജ പോലീസിനും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിനും പരാതി നൽകുകയും ചെയ്യും.